നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡിസ്ക്രീറ്റ് ടൈം എൽ ടി സിസ്റ്റമാണ്. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ്. സോ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ കോൺവല്യൂഷൻ ഓഫ് എക്സ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു 1/3 ദ ഹോൾ റേസ് ടു എൻ യു ഓഫ് എൻ, എച്ച് ഓഫ് എൻ ഈസ് ഈക്വൽ ടു യു ഓഫ് എൻ മൈനസ് യു ഓഫ് എൻ മൈനസ് 10. സോ കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ പഠിച്ചത് ഡിസ്ക്രീറ്റ് ടൈം കൺവല്യൂഷൻ മെത്തേഡ്. ഇപ്പം രണ്ട് സീക്വൻസസ് തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് കൺവല്യൂഷൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ ഇത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഗ്രാഫിക്കൽ മെത്തേഡ് വെച്ചിട്ട് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ്. എക്സ് ഓഫ് എന്നും എച്ച് ഓഫ് എന്നും തന്നിട്ടുണ്ട്. സോ ആ രണ്ട് ഇൻപുട്ട് വാല്യൂസ് തന്നിട്ടുണ്ട്, നമുക്ക് കൺവല്യൂഷൻ ചെയ്യണം. സോ വൈ ഓഫ് എൻ ഈക്വൽ ടു എക്സ് ഓഫ് എൻ കൺവല്യൂട്ടഡ് വിത്ത് എച്ച് ഓഫ് എൻ. ആൻഡ് നമ്മളത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കൺവല്യൂഷൻ സം ഇക്വേഷൻ നമുക്ക് കെ ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് കെ ഇൻറ്റു എച്ച് ഓഫ് എൻ മൈനസ് കെ. ഇതാണ് നമ്മുടെ കൺവല്യൂഷൻ സം ഇക്വേഷൻ. സോ നമുക്കിവിടെ ആവശ്യമായിട്ടുള്ള രണ്ട് ഫങ്ഷൻസ്, ഒന്ന് എക്സ് ഓഫ് കെയും അടുത്തത് എച്ച് ഓഫ് എൻ മൈനസ് കെ ആണ്. സോ നമ്മൾ കണ്ടിന്യൂസ് ടൈം സിസ്റ്റത്തിൻ്റെ ഗ്രാഫിക്കൽ മെത്തേഡ് പഠിച്ചപ്പോൾ അവിടെ ചെയ്യുന്ന അതേ സ്റ്റെപ്സുകളാണ് ഇവിടെയും ചെയ്യുന്നത്. നമ്മൾ ആദ്യം അവിടെ എക്സ് ഓഫ് ടോ ആണ് പ്ലോട്ട് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നമ്മൾ ഫസ്റ്റിലെ പ്ലോട്ട് ചെയ്യുന്നത് പ്ലോട്ട് എക്സ് ഓഫ് കെ. സോ എക്സ് ഓഫ് കെ തന്നിട്ടുണ്ട് ക്വസ്റ്റിനകത്ത്, എക്സ് ഓഫ് എൻ തന്നിട്ടുണ്ട്. സോ എക്സ് ഓഫ് കെ എന്ന് പറയുന്നത് 1/3 ദ ഹോൾ റേസ് ടു കെ യു ഓഫ് കെ. സോ ഈ ഒരു സിഗ്നൽ നമുക്ക് പ്ലോട്ട് ചെയ്യാം. പ്ലോട്ട് ചെയ്യുമ്പോൾ ഡിസ്ക്രീറ്റ് ടൈം ആണ്. സോ എന്നിലാണ് പ്ലോട്ട് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ എക്സ് ഓഫ് എൻ അല്ലെങ്കിൽ എക്സ് ഓഫ് കെ, സോ നമ്മൾ കെയിൽ പ്ലോട്ട് ചെയ്യണം. ഡിസ്ക്രീറ്റ് ടൈം ആണ്. സോ കെയ്ക്ക് നമ്മൾ 0 കൊടുക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് വാല്യൂ കെ ഈസ് ഈക്വൽ ടു 0. സോ 1/3 the whole raised to 0 u of 0. u of 0യുടെ വാല്യൂ 1 ആണ്. സോ 1/3 the whole raised to 0 മീൻസ് 1. സോ നമുക്ക് ഫസ്റ്റ് വാല്യൂ നമുക്ക് 1 എന്ന് കിട്ടും. 0യിലെ വാല്യൂ 1 ആയിട്ട് നമുക്ക് കിട്ടും. ദെൻ നമ്മൾ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. യു ഓഫ് 1 ആണ്. സോ 1/3 the whole raised to 1 1/3. സോ 1-നെക്കാട്ടി ഒരു ലെസ് ദാൻ വാല്യൂ ആണ് 1/3 എന്ന് പറയുന്നത്. സോ 1-ൽ 1/3 ആണ് കിട്ടുന്നത്. 2 കൊടുക്കുവാണെങ്കിൽ യു ഓഫ് 2 1 ആണ്. 1/3 the whole square. സോ അഗെയിൻ 1/9 എന്ന് വരും. ദെൻ 3 കൊടുക്കുമ്പോൾ നമുക്ക് 1/3 the whole raised to 3, ദാറ്റ് ഈസ് 1/27. സോ ഇങ്ങനൊരു എക്സ്പോണൻഷ്യലി ഡിക്രീസ് ചെയ്യുന്ന ഒരു ഗ്രാഫായിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ -1 നോക്കാം. യു ഓഫ് -1 0 ആണ്. യു ഓഫ് -2 0 ആണ്. സോ കെയുടെ നെഗറ്റീവ് വാല്യൂസ് എല്ലാം നമുക്ക് 0 ആണ്. സോ യു ഓഫ് -1, യു ഓഫ് -2 എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി, അത് -ഇൻഫിനിറ്റി ദ വാല്യൂ വിൽ ബി. സോ ഇതാണ് നമ്മുടെ എക്സ് ഓഫ് കെ എന്ന് പറയുന്ന ഫംഗ്ഷൻ. സോ നമ്മൾ എക്സ് ഓഫ് കെ പ്ലോട്ട് ചെയ്തു. ദെൻ നമുക്ക് എച്ച് ഓഫ് എൻ മൈനസ് കെ പ്ലോട്ട് ചെയ്യാൻ നമ്മൾ ആദ്യം പ്ലോട്ട് ചെയ്യേണ്ടത് എച്ച് ഓഫ് കെ ആണ്. സോ സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ എച്ച് ഓഫ് കെ പ്ലോട്ട് ചെയ്യുക. സോ പ്ലോട്ട് എച്ച് ഓഫ് കെ. സോ എച്ച് ഓഫ് കെ പ്ലോട്ട് ചെയ്യാൻ ക്വസ്റ്റിനകത്ത് എച്ച് ഓഫ് എൻ തന്നിട്ടുണ്ട്. സോ എച്ച് ഓഫ് കെ എന്ന് പറഞ്ഞാൽ യു ഓഫ് കെ മൈനസ് യു ഓഫ് കെ മൈനസ് 10 ആണ്. എന്നിന് പകരം നമ്മൾ കെ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ യു ഓഫ് കെ മൈനസ് യു ഓഫ് കെ മൈനസ് 10. സോ ഇത് നമുക്ക് പ്ലോട്ട് ചെയ്ത് നോക്കാം. അപ്പം രണ്ട് സിഗ്നൽ കമ്പോണൻസ് ഇവിടെ ഉണ്ട്. യു ഓഫ് കെ ഉണ്ട്, യു ഓഫ് കെ മൈനസ് 10 ഉണ്ട്. സോ അതാണ് എച്ച് ഓഫ് കെ. സോ അത് രണ്ടും സബ്ട്രാക്ട് ചെയ്യണം. സോ ഞാൻ യു ഓഫ് കെ ഇവിടെ പ്ലോട്ട് ചെയ്യുവാണ്. യു ഓഫ് കെ 0 മുതൽ ഇൻഫിനിറ്റി വരെ ഡിസ്ക്രീറ്റ് ആയിട്ട് വാല്യൂസ് 1 ആയിരിക്കും. സോ 1 2 3 4 5 എക്സെട്ര. സോ യു ഓഫ് കെ അതിൻ്റെ വാല്യൂ 1 ആണ്. സോ ദിസ് ഈസ് യു ഓഫ് കെ. ദെൻ യു ഓഫ് കെ മൈനസ് 10 മീൻസ് യു ഓഫ് കെ 10 യൂണിറ്റ്സ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുക. സോ നമ്മൾ 0യിൽ സ്റ്റാർട്ട് ചെയ്യേണ്ട സിഗ്നൽ നമുക്ക് 10 നിന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. സോ യു ഓഫ് കെ മൈനസ് 10 മീൻസ് ഫ്രം 10 ടു ഇൻഫിനിറ്റി. സോ 10 11 12 അങ്ങനെ അത് ഇൻഫിനിറ്റി വരെ അതിൻ്റെ വാല്യൂ 1 ആയിരിക്കും. സോ ദിസ് ഈസ് യു ഓഫ് കെ മൈനസ് 10. സോ ഇതിന് പ്രിസീഡിങ് ആയിട്ടുള്ള വാല്യൂസ് എല്ലാം 0 ആണ്. സോ -9 മൈനസ് എല്ലാം 0 വാല്യൂസ് ആണ്. സോ 10 ടു ഇൻഫിനിറ്റി ആണ് നമുക്ക് യു ഓഫ് കെ മൈനസ് 10 എന്നുള്ളത്. സോ നമുക്ക് ഇവിടുന്ന് എച്ച് ഓഫ് കെ പ്ലോട്ട് ചെയ്യാം. ഇത് രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്താൽ മതി. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ 0യിലെ വാല്യൂ 0 എക്സെട്ര
ഈ വാല്യൂസ് എല്ലാം 0 ആണ്. 0, 1 എല്ലാ വാല്യൂസും 0 ആണ്. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0യിൽ 1 ആണ്, ഇവിടെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 1 ആണ് കിട്ടുന്നത്. സോ 1ലും 1, 2ലും 1 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത് 5, 6 എക്സെട്ര 7. നമ്മൾ 10ൽ ഇവിടെ വാല്യൂ 1 ആണ്, ഇവിടെയും 10ൽ വാല്യൂ 1 ആണ്. സോ 1 - 1 0 ആണ്. സോ നമുക്ക് 0 മുതൽ 9 വരെയുള്ള ഒരു സീക്വൻസ് ആയിരിക്കും h of k ആയിട്ട് കിട്ടുന്നത്. സോ h of k ഞാൻ പ്ലോട്ട് ചെയ്യുവാണ്. h of k മീൻസ് ഫ്രം 0, 1, 2, 3, 4, 5, 6, 7, 8, 9. So 0, 1, 2, 3, 4, 5, 6, 7 എക്സെട്ര ആയിട്ട് എഴുതിയാലും മതി. സോ ദിസ് ഈസ് h of k. സോ h of kയുടെ വാല്യൂ 1 ആയിട്ട് തന്നെ നമുക്ക് നിൽക്കും. സോ ദിസ് ഈസ് h of k. സോ u of k മൈനസ് വിച്ച് ഈസ് ഈക്വൽ ടു u of k മൈനസ് u of k മൈനസ് 10. സോ ഈ വാല്യൂ എനിക്ക് ഇങ്ങനൊരു സിഗ്നലായിട്ടാണ് കിട്ടുന്നത്. 0 മുതൽ 9 വരെ 1 ആയിട്ടുള്ളൊരു സിഗ്നൽ. സോ നമുക്ക് h of n മൈനസ് k ആണ് പ്ലോട്ട് ചെയ്യേണ്ടത്. സോ h of k പ്ലോട്ട് ചെയ്തു, h of മൈനസ് k പ്ലോട്ട് ചെയ്യുക നെക്സ്റ്റ് സ്റ്റെപ്പിൽ. സോ h of മൈനസ് k. സോ h of മൈനസ് k ഇതിൻ്റെ മിറർ ഇമേജ് എടുത്താൽ മതി. സോ മിറർ ഇമേജ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് സോ 0യിൽ 1 ആണ്. ദെൻ ഇതിൻ്റെ മിറർ ഇമേജ് ടൈം റിവേഴ്സൽ വാല്യൂ ആണ് h of മൈനസ് k എന്ന് പറയുന്നത്. സോ 0, -1, -2, -1, -2, -3, -4, -5, -6, -7, -8, -9. സോ ഈ വാല്യൂ വരെ ഇതിൻ്റെ വാല്യൂ 1 ആയിരിക്കും. സോ ഇതിൻ്റെ മിറർ ഇമേജ് വാല്യൂ ആണ് h of മൈനസ് k. ദെൻ നമ്മൾ പറഞ്ഞു h of മൈനസ് k കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് h of n മൈനസ് k പ്ലോട്ട് ചെയ്യാം. h of n മൈനസ് k. സോ h of n മൈനസ് k അവിടെ നമ്മൾ h of മൈനസ് ടോ പ്ലോട്ട് ചെയ്തിട്ട് h of t മൈനസ് ടോ പ്ലോട്ട് ചെയ്യുന്ന പോലെ ഇവിടെ നമ്മൾ h of മൈനസ് കെയുടെ ലിമിറ്റ് വാല്യൂസ് നോക്കുക. h of മൈനസ് കെയുടെ ലിമിറ്റ് ഒരു വാല്യൂ 0യും ഒരു വാല്യൂ -9ഉം ആണ്. സോ നമ്മൾ ആ ലിമിറ്റ് പോയിന്റ്സ് ഒരു പോയിന്റ് -9ഉം അടുത്ത പോയിന്റ് 0യുമാണ്. സോ ഈ രണ്ട് ലിമിറ്റിൻ്റെ രണ്ട് എൻ പോയിന്റിലും നമ്മൾ n ആഡ് ചെയ്ത് കൊടുക്കുക. നേരത്തെ കേസിൽ t ആഡ് ചെയ്ത് കൊടുത്തു, ഇവിടെ നമ്മൾ n ആഡ് ചെയ്ത് കൊടുക്കുക. സോ -9 + n. സോ -9 + n 0 + n. സോ ഈ ഒരു സിഗ്നൽ ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടാൻ പോകുന്നത്. സോ ഇങ്ങനൊരു സിഗ്നൽ ആയിരിക്കും നമുക്കിവിടെ കിട്ടുന്നത്. സോ -9ൻ്റെ കൂടെ ഇത് ഇവിടുത്തെ ലിമിറ്റ് -9ഉം ഇവിടുത്തെ ലിമിറ്റ് 0 ആണ്. ആ രണ്ട് ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റിലും നമ്മൾ +n ആഡ് ചെയ്ത് കൊടുക്കുക. സോ നമുക്ക് ആ h of n മൈനസ് k എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കിട്ടും. സോ h of n മൈനസ് k എന്ന് പറയുന്നത് n - 9, 0 + n എന്ന് പറയുന്നത് n. സോ ഇതാണ് h of n മൈനസ് k. സോ നമുക്ക് x of k യും കിട്ടി, h of n മൈനസ് k യും കിട്ടി. ഇനി നമുക്ക് എന്നിൻ്റെ ഓരോ കേസസിലുള്ള ഔട്ട്പുട്ട് വാല്യൂ ഡിറ്റർമിൻ ചെയ്യണം. സോ നമുക്ക് കിട്ടിയ സിഗ്നൽസ് ഒന്നും കൂടെ പ്ലോട്ട് ചെയ്യുവാണ്. സോ x of k നമ്മൾ വരച്ചു. 0 തൊട്ട് ഇൻഫിനിറ്റി 0യിൽ 1, ദെൻ നെക്സ്റ്റ് വാല്യൂ 1/3, ദെൻ 1/3 the whole square or 1/9 etc. up to infinity. സോ ഇതാണ് h of x of k. സോ ഈ സിഗ്നലാണ് x of k എന്ന് പറയുന്നത്. h of n മൈനസ് k എന്ന് പറയുന്നത് n - 9ൽ തുടങ്ങി എക്സെട്ര n വരെ പോകുന്ന ഒരു സിഗ്നൽ. സോ എനിക്ക് എല്ലാം വരയ്ക്കണമെന്നില്ല. n - 9, n - 8, n - 7 ഇങ്ങനെ പോകുന്ന ഒരു സിഗ്നലാണ് നമുക്ക് h of n മൈനസ് k ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ എല്ലാം മാഗ്നിറ്റ്യൂഡ് 1 ആണ്. സോ ദിസ് ഈസ് h of n മൈനസ് k. സോ n - 9 തൊട്ട് n വരെ. സോ നമുക്ക് ആവശ്യമായിട്ടുള്ള രണ്ട് സിഗ്നൽ കിട്ടി. നമുക്കിനി ഓരോ കേസസ് h of n മൈനസ് കെക്കകത്ത് ഈ n എന്ന് പറയുന്നത് നമുക്ക് <0 വരാം, <0 വരാം. സോ നമ്മൾ ഈ ഒരു x of k എന്ന് പറയുന്നത് ഒരു റൈറ്റ് സൈഡഡ് സീക്വൻസ് ആണെങ്കിൽ, നോർമലി റൈറ്റ് സൈഡഡ് സീക്വൻസിൻ്റെ കേസിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാം. ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ അങ്ങനെ പറഞ്ഞിരുന്നു. റൈറ്റ് സൈഡഡ് സീക്വൻസ് ആണെങ്കിലാണ് അത് കൂടുതൽ ആപ്റ്റായിട്ട് വരുന്നത്, ആ ഒരു ട്രിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 0 മുതൽ ഇൻഫിനിറ്റി വരെ ആണ് പോകുന്നത് ഈ സിഗ്നൽ. സോ ദിസ് ഈസ് എ റൈറ്റ് സൈഡഡ് സീക്വൻസ്. സോ നമ്മൾ ഈ റൈറ്റ് സൈഡഡ് x of kയുടെ ലോവർ ലിമിറ്റ് നോക്കുക. അത് 0യിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്.
ഇതിൻ്റെ എൻഡ് ലിമിറ്റ് നോക്കുക n ആണ്. സോ അത് വെച്ചിട്ട് തന്നെ നമുക്ക് കേസസ് എഴുതാം. കേസസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് n-ന് വാല്യൂസ് ഇട്ട് കൊടുത്താണ് നമ്മൾ കേസസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. സോ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. കേസ് 1 എന്ന് പറയുന്നത് n<0 ആയിരിക്കും. സോ നമ്മുടെ ഒരു എക്സ് ഓഫ് കെ എന്ന് പറയുന്നത് ശരിക്കും ഒരു റൈറ്റ് സൈഡഡ് സീക്വൻസ് ആണെങ്കിൽ എക്സ് ഓഫ് കെയുടെ ആ ലോവർ ലിമിറ്റ് നോക്കുക. ദെൻ എച്ച് ഓഫ് n മൈനസ് കെയുടെ ആ റൈറ്റ് മോസ്റ്റ് അല്ലെങ്കിൽ അപ്പർ ലിമിറ്റ് നോക്കുക. അപ്പർ ലിമിറ്റ് ലെസ് ദാൻ ഇതിൻ്റെ ആ ലോവർ ലിമിറ്റ് കണ്ടീഷൻ, അതായിരിക്കും നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. സോ n<0. സോ n<0 മീൻസ് -∞ മുതൽ 0 വരെ ഈ സിഗ്നൽ ഓവർലാപ്പ് ചെയ്യില്ല. നമുക്കത് വാല്യൂസ് ഇട്ട് കൊടുത്ത് തന്നെ നോക്കാം. n<0 മീൻസ് n-ന് ഞാൻ -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, -1. സോ n-ന് നമ്മൾ -1 കൊടുക്കുകയാണെങ്കിൽ ഈ പോയിന്റ് -1-ലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ എൻഡ് എന്ന് പറയുന്നത് -10-ലായിരിക്കും. സോ ഈ സിഗ്നൽ പോകുന്നത് -10 മുതൽ -1 വരെ ആയിരിക്കും. നമ്മൾ എക്സ് ഓഫ് കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ എക്സ് ഓഫ് കെയും സ്റ്റാർട്ട് ചെയ്യുന്നത് 0 മുതൽ ഇൻഫിനിറ്റി വരെയാണ്. പക്ഷേ ഇവിടെ -1 തൊട്ട് -10 വരെ വാല്യൂ 0 ആണ്. ഇവിടെ ഒരു ഓവർലാപ്പിംഗ് കണ്ടീഷൻ വരുന്നില്ല. n-ന് -1 കൊടുക്കുമ്പം ഇവിടെ ഓവർലാപ്പ് ചെയ്യുന്നില്ല. n-ന് -2 കൊടുത്താലും ഓവർലാപ്പ് ചെയ്യില്ല. -2 കൊടുത്തു കഴിഞ്ഞാൽ -2 തൊട്ട് -11 വരെ ആയിരിക്കും പോകുന്നത്. ഇതുമായിട്ട് നമ്മൾ എക്സ് ഓഫ് കെയും എച്ച് ഓഫ് n മൈനസ് കെയും നോക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു ഇൻ്റർവെല് നോക്കുകയാണെങ്കിൽ നോ ഓവർലാപ്പിംഗ്. സോ നമുക്ക് പറയാം നോ ഓവർലാപ്പിംഗ് between x of k and h of n minus k. സോ ഓവർലാപ്പിംഗ് വരാത്തത് കൊണ്ട് നമുക്ക് y of n 0 ആയിരിക്കും. സോ നമുക്ക് ആ ഫസ്റ്റ് കണ്ടീഷൻ ചില പ്രോബ്ലത്തിനകത്ത് അത് ചിലപ്പോൾ n ലെസ് ദാൻ 1 ആയിരിക്കാം, ചിലപ്പോൾ n ലെസ് ദാൻ -3 ആയിരിക്കാം. സോ അത് വേരി ചെയ്തിരിക്കും. നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു ചെറിയ മെത്തേഡാണ് ഞാൻ ഈ പറഞ്ഞത്. ഒരു റൈറ്റ് സൈഡഡ് സീക്വൻസ് ആണെങ്കിൽ, ലെഫ്റ്റ് സൈഡ് സീക്വൻസിൻ്റെ കേസിലാണെങ്കിൽ അത് നമ്മൾ ആ കണ്ടീഷൻ തിരിച്ചെടുക്കേണ്ടി വരും. സോ 0 മുതൽ ഇൻഫിനിറ്റി വരെയാണ്, ഇതൊരു റൈറ്റ് സൈഡ് പോകുന്നൊരു സിഗ്നലാണ്. സോ അതിൻ്റെ ലോവർ ലിമിറ്റും ഈ എച്ച് ഓഫ് n മൈനസ് കെയുടെ അപ്പർ ലിമിറ്റ് നമ്മൾ നോക്കുക. ഈ അപ്പർ ലിമിറ്റ് ലെസ് ദാൻ 0 അതായിരിക്കും നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ, ഈ ലോവർ ലിമിറ്റ് കണ്ടീഷൻ. ഇവിടെ 1 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ n ലെസ് ദാൻ 1 അതായിരിക്കും നമ്മുടെ സ്റ്റാർട്ടിങ് കണ്ടീഷൻ. സോ അങ്ങനെ വരുന്ന കേസസിലെല്ലാം അത് ഫസ്റ്റ് കണ്ടീഷനായിട്ട് എടുക്കാം. ഓവർലാപ്പിംഗ് നടക്കാത്ത കേസായിരിക്കും അത്. ദെൻ കേസ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ ഇനി n ലെസ് ദാൻ വാല്യൂസ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. അവിടെ ഔട്ട്പുട്ട് 0 ആയിരിക്കും. സോ അടുത്ത കണ്ടീഷൻ നമ്മൾ കൊടുക്കുന്നത് n ഗ്രേറ്റർ ദാൻ 0 വാല്യൂസ് ആണ്. സോ n ഗ്രേറ്റർ ദാൻ 0. സോ n ഗ്രേറ്റർ ദാൻ 0 മീൻസ് നമ്മൾ ആ കണ്ടീഷൻസ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. n-ന് 0 കൊടുക്കുന്നു. 0 കൊടുക്കുമ്പോൾ നമ്മളിവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ 0 ആണ്, ഇവിടെ -9 ആണ്. സോ ഇവിടെ ഓവർലാപ്പ് ചെയ്യുന്നത്, സോ n = 0 കൊടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന കണ്ടീഷൻസ് ഇവിടെ 0 ആണ്. ഈ പോയിന്റ് ഇവിടെ 0 കൊടുക്കുമ്പോൾ 0 -9 ആണ്. ഇവിടെ ഓവർലാപ്പിംഗ് ഇൻ്റർവെൽ എന്ന് പറയുന്നത് 0 മാത്രമാണ്. കാരണം ഇവിടെ -1 -2 ഇങ്ങനെ പോവാണ്. സോ നമുക്ക് പറയാം ആ n 0 കൊടുക്കുമ്പോൾ നമ്മുടെ സമ്മേഷൻ ഇക്വേഷൻ 0-ലാണ് ഓവർലാപ്പ് ചെയ്യുന്നത്. സോ k വേരീസ് ഫ്രം 0 to 0. ദെൻ n-ന് നമ്മൾ 1 ആണ് കൊടുക്കുന്നതെങ്കിൽ, സോ n-ന് 1 ആണ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ 1 വരും, ഇവിടെ -8 വരും. ഇവിടെ നമ്മൾ ഓവർലാപ്പ് ചെയ്യുന്ന കണ്ടീഷൻ ഏതാണെന്ന് വെച്ചാൽ 1-ന് തൊട്ട് മുമ്പ് 0 ആണ്, ദെൻ -1 ആണ്. ഇവിടെ നോക്കുവാണെങ്കിൽ ഈ 0 to 1 ഇവിടെ ഓവർലാപ്പ് ചെയ്യും. എക്സ് ഓഫ് കെയും എച്ച് ഓഫ് n മൈനസ് കെയും നോക്കുവാണെങ്കിൽ 0 മുതൽ 1 വരെയാണ് ഓവർലാപ്പ് ചെയ്യുന്നത്. സോ ഇങ്ങനെ നമുക്ക് ഓരോ കേസസും ഇങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. 0 മുതൽ 1 വരെ ആയിരിക്കും. നമുക്ക് n = 2 വരുമ്പോഴും ഇത് തന്നെ ആയിരിക്കും. k = 0 to നമ്മൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള വാല്യൂസ് ഇടാതെ റാൻഡം ആയിട്ട് കുറേ വാല്യൂസ് ഇട്ട് നോക്കുക. സോ n = ഞാനൊരു 3 4 എല്ലാത്തിൻ്റെയും കേസിൽ ഇത് തന്നെ ആയിരിക്കും. ഞാൻ n = ഒരു 4 കൊടുക്കുവാണ്. സമ്മേഷൻ k = 0 to 4 ആയിരിക്കും. കാരണം നമ്മൾ 4 കൊടുക്കുമ്പോൾ ഇവിടെ വരുന്നത് 4-ഉം ഇവിടെ വരുന്നത് -5 ആയിരിക്കും. സോ നമുക്ക് ഒരു കാര്യം പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സോ ഇവിടെയും 0 to 4 തന്നെയാണ്. ദെൻ 5 6 7 8 9 ഈ വാല്യൂസ് ഒക്കെ കൊടുക്കുമ്പോഴും നമുക്ക് കിട്ടുന്ന കണ്ടീഷൻ സെയിം ആണ്. കാരണം ഞാനിവിടെ 9 കൊടുക്കുവാണ്, n-9 കൊടുക്കുമ്പോൾ ഇവിടെ 9 വരും, ഇവിടെ 0 വരും. സോ ഇവിടെ ഓവർലാപ്പിംഗ് ഇൻ്റർവെൽ എന്ന് പറയുന്നത് 0 മുതൽ 9 വരെയാണ്. സോ n = 9 വരെ നമുക്ക് പറയാം സമ്മേഷൻ k = 0 to 9 ആണ്. സോ n = 10 ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക.
എന്നിന് 10 ആണ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ 10 വരും, ഇവിടെ നമുക്ക് 10 കൊടുക്കുമ്പോൾ 1 ആണ് വരുന്നത്. സോ 1 to 10 ഇത് പോകുന്നത് 1 to 10 ആണ്. പക്ഷേ ഇവിടെ നമുക്ക് 0 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓവർലാപ്പിംഗ് ഇൻ്റർവെല് 1 to 10 ആണ്. സോ 10 കൊടുക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു ചേഞ്ച് വരുന്നുണ്ട്. 0യിൽ നല്ല സ്റ്റാർട്ട് ചെയ്യുന്നത് 1 മുതൽ 10 വരെയാണ്. സോ നമ്മുടെ ഒരു ഇൻ്റർവെല്ലിന് ഒരു ചേഞ്ച് വരുന്നത് ഈ 9 കഴിയുമ്പോഴാണ്. സോ 0 മുതൽ 9 വരെ ഒരു കണ്ടീഷനാണ് ഫോളോ ചെയ്യുന്നത്. സോ നമുക്ക് എഴുതാം, രണ്ടാമത്തെ കേസായിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9. സോ നമ്മൾ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ 0 മുതൽ 0 വരെയാണ് ഓവർലാപ്പിംഗ് ചെയ്ത് നിൽക്കുന്നത്. സോ k ഓവർലാപ്പ് ചെയ്യുന്നത് 0 മുതൽ 0 വരെയാണ്. n 1 കൊടുക്കുമ്പോൾ 0 മുതൽ 1 വരെയാണ്. 2 കൊടുക്കുമ്പോൾ 0 മുതൽ 2 വരെയാണ്. സോ നമ്മുടെ ഔട്ട്പുട്ട് ഇക്വേഷൻ്റെ ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് 0 മുതൽ n വരെയുള്ള കേസിൽ ലോവർ ലിമിറ്റ് 0 ആണ്. 1 കൊടുക്കുമ്പോൾ 1 അപ്പർ ലിമിറ്റ്, 2 കൊടുക്കുമ്പോൾ 2, 4 കൊടുക്കുമ്പോൾ 4, 9 കൊടുക്കുമ്പോൾ 9, 5, 6, 7 ഒക്കെ കൊടുക്കുമ്പോൾ ഇത് തന്നെയാണ്. സോ 9 വരെ നമുക്ക് n തന്നെയാണ് കിട്ടുന്നത്. n എന്താണോ അത് തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. സോ എനിക്ക് പറയാം 0 മുതൽ n വരെയാണ് നമ്മുടെ ഓവർലാപ്പിംഗ് ഇൻ്റർവെൽ. സോ ഇൻറ്റു എക്സ് ഓഫ് കെ ഇൻറ്റു എച്ച് ഓഫ് n മൈനസ് കെ. സോ ഇനി ഇത് സോൾവ് ചെയ്താൽ മാത്രം മതി. സമ്മേഷൻ k ഈസ് ഈക്വൽ ടു 0 to n. എക്സ് ഓഫ് കെ എന്ന് പറയുന്നത് എക്സ് ഓഫ് n തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 1/3 the whole raised to n u of n. സോ എക്സ് ഓഫ് കെ എന്ന് പറഞ്ഞാൽ 1/3 the whole raised to k ആണ്, u ഓഫ് കെ. സോ ഇവിടെ u ഫംഗ്ഷൻസ് 1 ആണ്. എച്ച് ഫംഗ്ഷനും കംപ്ലീറ്റ്ലി u ഫംഗ്ഷൻ ആയതുകൊണ്ട് അത് 1 ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ ഇവിടെ നമുക്ക് വരുന്നൊരു വാല്യൂ എന്ന് പറയുന്നത് 1/3 the whole raised to k മാത്രമായിരിക്കും. സോ നമുക്കത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ 1/3 the whole raised to k, എച്ച് ഫംഗ്ഷൻ കംപ്ലീറ്റ്ലി u ഫംഗ്ഷൻ ആണ്. സോ അത് 1 തന്നെയാണ്. സോ നമുക്ക് ഇങ്ങനൊരു വാല്യൂ കിട്ടും. 0 മുതൽ n വരെ 1/3 the whole raised to k. സോ നമ്മൾ ജി പി ഇക്വേഷൻസ്, നമുക്ക് ഡിസ്ക്രീറ്റിൻ്റെ കേസിൽ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന 2 ഇക്വേഷൻസ് ആണ്. നമ്മുടെ എ വാല്യൂ ലെസ് ദാൻ 1 ആവുന്ന കേസസിൽ സമ്മേഷൻ k ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ സമ്മേഷൻ n ഈസ് ഈക്വൽ ടു 0 ടു ജോമെട്രിക് പ്രോഗ്രഷൻ ഇക്വേഷൻ ആണ് ജി പി ഇക്വേഷൻ. 0 ടു ഇൻഫിനിറ്റി എ റേസ് ടു n എന്ന് പറയുന്നത് 1/1 മൈനസ് എന്ന് എഴുതാം. കാരണം എ ലെസ് ദാൻ 1 കൂടെ ആയിരിക്കണം. അങ്ങനെയുള്ള കേസിൽ നമുക്ക് 1/1 മൈനസ് എന്ന് എഴുതാം. 0 മുതൽ ഇൻഫിനിറ്റി വരെ പോകുമ്പോൾ 0 മുതൽ n വരെയാണ് പോകുന്നതെങ്കിൽ ആ ഇക്വേഷൻ എന്ന് പറയുന്നത് 1 മൈനസ് എ റേസ് ടു n പ്ലസ് 1/1 മൈനസ് എ. സോ ഈ ലിമിറ്റ് ശ്രദ്ധിക്കുക. ഇൻഫിനിറ്റി വരെ പോവുകയാണെങ്കിൽ 1/1 മൈനസ് എന്ന് എഴുതാം. അത് n വരെയാണ്, n ടേം വരെയാണ് പോകുന്നതെങ്കിൽ 1 മൈനസ് എ റേസ് ടു n പ്ലസ് 1/1 മൈനസ് എ. ഇതാണ് ഈ 2 ഇക്വേഷൻസ്. നമ്മൾ ഡിസ്ക്രീറ്റിൻ്റെ കേസിൽ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട 2 ഇക്വേഷൻസ് ആണ്. സോ അത് ഇപ്പം നോക്കുക, ഇവിടെ നോക്കുമ്പോൾ k ആണ്, എന്നോ കെ എന്തായാലും ഇവിടെ k ഈസ് ഈക്വൽ ടു 0 മുതൽ n വരെയാണ് പോകുന്നത്. സോ ഈ ഒരു ഇക്വേഷൻ n വരെയാണ് പോകുന്നത്. സോ വി ക്യാൻ റൈറ്റ് 1 മൈനസ് 1/3 the whole raised to ഇവിടെ സ്മോൾ n പ്ലസ് 1 അവിടെ വരെയാണ്. സോ ഇക്വേഷൻ വരുന്നത് 1/3 the whole raised to n പ്ലസ് 1 by 1 minus a, that is 1/3. സോ ഇതാണ് എനിക്ക് കിട്ടുന്ന വാല്യൂ. സോ ഇത് ഈ 1 മൈനസ് 1/3 എന്ന് പറയുമ്പം 3 മൈനസ് 1/3, 3 മൈനസ് 1/3 മീൻസ് 2/3 ഡിനോമിനേറ്ററി വരും. സോ നമുക്കതിനെ 3/2 എന്ന് എഴുതാം. ന്യൂമറേറ്ററി പോകുമ്പോൾ 3/2 ഇൻറ്റു 1 മൈനസ് 1/3 the whole raised to n plus 1. സോ ഇത്രയുമാണ് നമ്മുടെ 0 മുതൽ 9 വരെ 0 മുതൽ 9 വരെയുള്ള കേസിൻ്റെ ആൻസർ. സോ നമ്മൾ 9 വരെ ചെക്ക് ചെയ്തു. സോ കേസ് 3 നമുക്ക് നോക്കാം. കേസ് 3 എന്ന് പറയുന്നത് n ഗ്രേറ്റർ ദാൻ 9 ആണ്, അല്ലെങ്കിൽ 10 മുതൽ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 10 എന്നും പറയാം, അല്ലെങ്കിൽ 9 കഴിഞ്ഞ് 10 മുതലുള്ള കേസസ് എന്താണെന്നുള്ളതാണ് അടുത്ത് നോക്കേണ്ടത്. സോ നമ്മൾ ഓൾറെഡി ഇവിടെ ഫസ്റ്റ് 10 കൊടുക്കുമ്പോൾ കേസ് പറഞ്ഞു. 10 കൊടുക്കുമ്പോൾ 1 മുതൽ 10 വരെയാണ്. ദെൻ നമുക്ക് 11 കൊടുത്ത് നോക്കാം. 11 കൊടുക്കുമ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് 2 മുതൽ 11 വരെയാണ്. സോ നമുക്കിവിടെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോവും. 11 കൊടുക്കുമ്പോൾ n ഈസ് ഈക്വൽ ടു 11 കൊടുക്കുമ്പോൾ സമ്മേഷൻ k ഈസ് ഈക്വൽ ടു 2 to 11. ഇനി 12 ആണ് കൊടുക്കുന്നതെങ്കിൽ 3 to 12 ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. സോ ഗ്രേറ്റർ ദാൻ 9ൻ്റെ കേസിൽ നമുക്കൊരു ഇക്വേഷൻ ജനറലായിട്ട് ഈസി ആയിട്ട് എഴുതാൻ പറ്റും.
10 കൊടുക്കുമ്പോൾ അപ്പോൾ അപ്പർ ലിമിറ്റ് 10 കൊടുത്താൽ 10, 11 കൊടുത്താൽ 11, സോ n എന്ന് തന്നെ എഴുതാം. ലോവർ ലിമിറ്റ് 10 കൊടുത്താൽ 1 ആണ് വരുന്നത്, സോ n-9. കാരണം ഈ നമ്മുടെ ഗ്രാഫ് പോകുന്നതും n-9 തൊട്ട് n വരെയാണ്. സോ ഇവിടുത്തെ ഓവർലാപ്പിംഗ് ഇൻ്റർവെല് അത് തന്നെയാണ്, n-9 തൊട്ട് n വരെയാണ് ഗ്രേറ്റർ ദാൻ 10 കേസിൽ. സോ നമുക്കിങ്ങനെ റാൻഡം ആയിട്ട് 1-2 വാല്യൂസ് ഇട്ട് കൊടുത്താൽ തന്നെ നമുക്ക് കേസസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. സോ നമുക്ക് y(n)ൻ്റെ കേസ് എഴുതാം. സമ്മേഷൻ k = n-9 to n. കാരണം ഞാൻ 10 കൊടുക്കുമ്പോൾ 10-1, 1 to 10, 11 കൊടുക്കുമ്പോൾ 2 to 11, then 3 to 12, ഈ രീതിയിലാണ് പോകുന്നത്. സോ ഇൻറ്റു എക്സ് ഓഫ് കെ h of n-k. സോ നമ്മുടെ കൺവല്യൂഷൻ ഇക്വേഷനാണ് -∞ to ∞ എന്നുള്ള ഇക്വേഷനാണ് ഓരോ കേസസ് ആകുമ്പോൾ ഇങ്ങനെ ലിമിറ്റ് മാറിക്കൊണ്ടിരിക്കുന്നത്. സോ ഇനി വീണ്ടും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. k = n-9 to n 1/3 the all raised to k into h of n-k വാല്യൂ 1 ആണ്. സോ ഇവിടെ നമുക്ക് GP ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ 0 to n അല്ലെങ്കിൽ 0 to ∞ കേസ് അല്ല. സോ ഇങ്ങനെ വരുന്ന കേസിൽ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് നോക്കുക, നമ്മൾ ഈ കെയുടെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. സോ കെയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ടേം 1/3 നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത കേസുകളൊക്കെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് നോക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. സോ ഞാൻ ഫസ്റ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു n-9, ദെൻ n-9 തൊട്ട് n വാല്യൂ ആണ്. സോ തൊട്ടടുത്ത വാല്യൂ എന്ന് പറയുന്നത് n-8 ആണ്. സോ 1/3 the all raised to n-8 plus 1/3 the all raised to n-7 plus etc. അങ്ങനെ നമ്മൾ n വാല്യൂ കൊടുക്കണം കേക്ക്. സോ all raised to n വരെ വരും. സോ ഇങ്ങനെ നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് ഈ ഒരു ഹയസ്റ്റ് ഡിലേ വരുന്ന എലിമെൻറ്റ് n-9 ആണ്. സോ ആ ഒരു ടേം അങ്ങ് കോമൺ ആയിട്ട് എടുക്കുക. സോ കാരണം അത് നമ്മൾ 1 ആയിട്ട് വരാനാണ് നമ്മുടെ ഫസ്റ്റ്. കാരണം നമ്മൾ GP ഇക്വേഷൻ പഠിക്കുമ്പോൾ n = 0 to ∞ അല്ലെങ്കിൽ 0 to n a raised to n ഈ ഫോമാണ്. a<1 ആണ്. സോ ഇങ്ങനെ വരുന്ന കേസിൽ a<1. സോ ഇങ്ങനെ വരുന്ന സെയിംസിൽ നമ്മുടെ ഫസ്റ്റ് ടേം എന്ന് പറയുമ്പോൾ n = 0 കൊടുക്കുമ്പോൾ 1 ആണ് വരുന്നത്. 1 + a + a² + etc. സോ ഫസ്റ്റ് ടേം 1 ആക്കാൻ ഞാൻ ഈ ഹയസ്റ്റ് എലമെൻറ്റ് ഇനി കോമൺ ആക്കി എടുക്കുന്നു. സോ ഇവിടെ 1 വരും. 1/3 the all raised to n-8 നിന്നും 1/3 the all raised to n-9 കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണ്. ശരിക്കും ഡിവൈഡ് ചെയ്യുവാണ്. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് എത്രയാണ്? 1/3 തന്നെയാണ്. സോ വീണ്ടും അടുത്ത ടേമിൽ നമുക്ക് ചെയ്യുമ്പോൾ 1/3 the whole square ആണ് കിട്ടുന്നത്. ദെൻ എക്സെട്ര ഇങ്ങനെ നമ്മൾ ലാസ്റ്റ് ടേമിൽ നിന്ന് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1/3 the all raised to 9 ആയിരിക്കും. കാരണം 1/3 the all raised to n-9 കോമൺ എടുക്കുമ്പോൾ ഇതാണ് നമുക്ക് കിട്ടുന്നത്. ഇത് ഇപ്പോൾ നമ്മൾ ഫോമിലായി. കാരണം ഈ ഫോം എന്ന് പറയുന്നത് സമ്മേഷൻ n = അല്ലെങ്കിൽ സമ്മേഷൻ k = 0 to 9 1/3 ഇതാണ് നമ്മുടെ ഈ ഒരു എക്സ്പാൻഡഡ് ഫോം. കാരണം ഞാൻ 0 കൊടുക്കുകയാണെങ്കിൽ ഒരു n ടേം വരെ പോകുന്ന ഇക്വേഷനാണ്. n എന്ന് പറയുന്നത് ഇവിടെ 9 ആണെന്നേ ഉള്ളൂ. സോ കാരണം 0 കൊടുക്കുമ്പോൾ 1/3 all raised to k, 0 കൊടുക്കുമ്പോൾ അത് 1 ആവും, 1 കൊടുക്കുമ്പോൾ 1/3 ആവും, 2 കൊടുക്കുമ്പോൾ 1/3 the whole square ആവും, 4 കൊടുക്കുമ്പോൾ 1/3 the all raised to 4 ആവും. സോ ഈ സമ്മേഷൻ സീരീസ് ആണ് ഞാൻ ഈ എഴുതിയിരിക്കുന്നത്. സോ ഇത് നമ്മുടെ ജനറൽ ഫോം ഇക്വലൻ്റ് ആണ്. സമ്മേഷൻ k = 0 to n 1/3 the all raised to k ഈ ഒരു ഫോമിലേക്ക് നമുക്ക് വരുവാണ്. അല്ലെങ്കിൽ a raised to k, a raised to അല്ലെങ്കിൽ n-ലാണെങ്കിൽ n ആ ഇക്വേഷന് ഇക്വലൻ്റ് ആയിട്ട് വരുവാണ്. സോ ഇതിൻ്റെ ഫോമിൽ നമുക്ക് ഇവിടെ കോമൺ ആയിട്ടൊരു ടേം ഉണ്ട് 1/3 the all raised to n-9. സോ ഇതിൻ്റെ ഫോമിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് 1 - a the all raised to n+1. n ഇവിടെ 9 ആണ്. കാരണം ഈ ഫോമിലാണ് ആ ഇക്വേഷൻ വരുന്നത്. ഈ ഫോമിലാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. സോ ഇതിൻ്റെ ഫോമുല n+1 ദാറ്റ് ഈസ് 9+1 by 1 - 1/3. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഇതിനെ വേണമെങ്കിൽ 1-2 സ്റ്റെപ്പ് കൂടെ എക്സ്പാൻഡ് ചെയ്ത് ഒക്കെ എഴുതാം. 1 - 1/3 നമുക്ക് 2/3 എന്ന് എഴുതാം. അങ്ങനെ അത് ഓപ്പൺ ചെയ്തൊക്കെ എഴുതാം. സോ എന്നാലും ഇതായിരിക്കും നമ്മുടെ ആൻസേഴ്സ്. സോ നമുക്ക് 3 കേസസ് ആയിട്ട് നമ്മുടെ ആൻസർ കിട്ടി. ദാറ്റ് ഈസ് n<0, n<0 0 ആണ്. 0 മുതൽ 9 വരെ നമുക്കൊരു ആൻസർ കിട്ടി, അത് ഇതാണ്. ദെൻ >9 നമുക്കൊരു ആൻസർ കിട്ടി, അത് ഇതാണ്. അപ്പോൾ ഇങ്ങനെ 3 ഡിഫറെൻ്റ് ആൻസേഴ്സ് ആണ്
ഈ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, താങ്ക് യു.